സല്യൂട്ട് സുഹൃത്തുക്കളെ. സ്ത്രീ ശാക്തീകരണം, ലിംഗസമത്വം, ഇതൊക്കെ എന്താണ്? എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും ഗ്ലാസ് സീലിംഗ്, ജെൻഡർ ഇക്വാളിറ്റി, ജെൻഡർ ഇക്വിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്? എന്താണ് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ? ഇതേക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പുരാതന കാലം തൊട്ട് പരിശോധിച്ചാൽ, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു യുഗം എന്ന് പറയുന്നത് ഏകദേശം 1,00,000 വർഷമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. 4 യുഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം. സത്യയുഗത്തിന് കൃതയുഗം എന്നൊരു പേരും കൂടെയുണ്ട്. ആ സമയം തൊട്ട് മനുഷ്യര് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഞാൻ അമേരിക്കയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ 20,000 വർഷം മുമ്പ് നേറ്റീവ് അമേരിക്കൻസ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ വളരെ പുച്ഛിച്ച ഒരാൾ കമന്റ് എഴുതി, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന്. വായിച്ചാൽ മതി. വിശ്വസനീയമായ ആളുകൾ എഴുതിയ കൃതികളൊക്കെ വായിച്ചാൽ ഒരുപാട് വിവരങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന ഭാരത സങ്കല്പം അനുസരിച്ച് ഒരു വലിയ ഊർജ സ്രോതസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ആൺ പെൺ ഭേദമില്ലായിരുന്നു. അതൊരൊറ്റ വലിയ ഊർജം. അതിനെയാണ് പിന്നീട് ശിവശക്തി എന്ന പേരിൽ നമ്മൾ അർദ്ധനാരീശ്വരനായിട്ട് കണക്കാക്കപ്പെടുന്നത്. റോമൻ ഇതിഹാസത്തിൽ ഒരു വലിയ ഊർജമാണ് ഈ പ്രപഞ്ചമാകെ എന്ന് പറയുന്നു. അതിൽ അവർ ഭൂമിക്ക് സ്ത്രൈണതയും ആകാശത്തിന് പൗരുഷവും നൽകുന്നു. അങ്ങനെ ആകാശം അച്ഛനാണെങ്കിൽ ഭൂമി അമ്മ എന്ന സങ്കല്പം നൽകുന്നുണ്ട്. അതുകൊണ്ടാവണം നമ്മൾ ഭൂമി ദേവി എന്ന് പലപ്പോഴും പറയുന്നതും നമ്മുടെ രാജ്യങ്ങളെയൊക്കെ മദർലാൻഡ് എന്ന് പറയുന്നതും. പക്ഷേ ജർമ്മനിയിൽ മാത്രം ഫാദർലാൻഡ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അവിടുത്തെ ആളുകളുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ഫാദർലാൻഡ് ആകാം, മദർലാൻഡ് ആകാം. എന്തായാലും ഭൂമിയെ മൊത്തമായി ഒരു സ്ത്രീ സങ്കല്പത്തിലാണ് കാണപ്പെടുന്നത്. സർവം സഹയായ ഭൂമി എല്ലാം ക്ഷമിക്കുന്നു എന്ന് പറയുന്നതെല്ലാം സ്ത്രീകളുടെ ചില സ്വഭാവ ഗുണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുണ്ട്. പഴയ കാലത്ത്, പുരാതന കാലത്ത് മനുഷ്യന്മാര് ആൺ പെൺ ഭേദമില്ലാതെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അവരെ ഹെർമാഫ്രോഡൈറ്റ് എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഹെർമിസ് എന്ന് പറയുന്ന പുരുഷന്റെ ഊർജവും ആഫ്രോഡൈറ്റ് എന്ന് പറയുന്ന സ്ത്രീയുടെ ശക്തിയും ചേർന്നുണ്ടായ മനുഷ്യ ജന്മം ഹെർമാഫ്രോഡൈറ്റ്. അങ്ങനെയാണ് മനുഷ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നത്. സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു സങ്കല്പം ഭയങ്കര ശക്തിയുള്ളതാണ്, ഒരുപാട് വീര്യമുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ വരെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് അറിഞ്ഞ ദൈവം മനുഷ്യ ജീവനുകളെ എല്ലാവരെയും തുണ്ടം തുണ്ടമായിട്ട് വെട്ടിമുറിച്ച് പുരുഷന്മാരെ ഒരു സ്ഥലത്തും സ്ത്രീകളെ വേറൊരു സ്ഥലത്തുമായിട്ട് ചെതറി ഭൂമിയിലാകെ എറിഞ്ഞു എന്നും, അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ, അവരുടെ വലിയ ശക്തി പകുതിയാക്കി. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അവരെൻ്റെ മറ്റു പകുതി എവിടെ എന്ന് അന്വേഷിച്ച് നടക്കും. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാൻ മുതിരാതെ എൻ്റെ മറ്റു പകുതി എവിടെ എന്ന് പറഞ്ഞ് തിരഞ്ഞു നടന്നോളും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അങ്ങനെ ചെയ്തതെന്ന് പറയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, ബെറ്റർ ഹാഫ് എന്ന്. അതായത് എൻ്റെ മെച്ചപ്പെട്ട പകുതി അതെവിടെയെന്ന്. മെച്ചപ്പെട്ട പകുതി എന്നാണ് ഭർത്താവിനെയോ ഭാര്യയെയോ കുറിച്ച് പറയുക, ബെറ്റർ ഹാഫ്. പക്ഷെ അതിന് തമാശയായിട്ട് ബിറ്റർ ഹാഫ് എന്നും ചിലപ്പോൾ പറയാറുണ്ട്. അതായത് ഇതുപോലെയുള്ള ഹെർമാഫ്രോഡൈറ്റ്സ് ശരിക്കുള്ള പകുതിയെ കണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ബിറ്റർ, കൈപ്പേറിയ ഒരു പകുതിയായി മാറുന്നു എന്നുള്ള ഒരു ചൊല്ലിനാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെ നോക്കിയാലും അറിയാൻ പറ്റും ഇതിനൊക്കെ ലിംഗവ്യത്യാസങ്ങളുണ്ട്. അത് ജീവജാലങ്ങളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ലിംഗവ്യത്യാസം നമുക്ക് വളരെ പ്രകടമായി കാണാൻ സാധിക്കും. ചില കർഷകരൊക്കെ പറയും ഈ ചെടി ആണാണ്, അതുകൊണ്ടാണ് അതിന് കായ് ഫലങ്ങളൊന്നും ഉണ്ടാകാത്തത്. ചില തെങ്ങുകൾ അങ്ങനെ പൂക്കാറില്ല, അപ്പൊ അതിനെ വെട്ടിക്കളയണം. പപ്പായ ചെടികളോ അല്ലെങ്കിൽ ചില പ്ലാവോ ചില മാവിലോ അതിലൊന്നും അധികമായിട്ട് പൂക്കൾ വരാത്തപ്പോൾ അത് പുരുഷനാണ്, അതുകൊണ്ടാണ് അത് പുഷ്പിക്കാത്തത് എന്ന് പറയും. പൂച്ചെടികളും അങ്ങനെ തന്നെയാണ്. മൃഗങ്ങളിലും അങ്ങനെയാണല്ലോ. നമ്മൾ നോക്കുമ്പോൾ പുരുഷന്മാർക്കുള്ളത്ര ഒരു പേശി ബലവും കായിക ബലവും പൊക്കവും വണ്ണവും
ശരീരശക്തിയും ഒന്നും സ്ത്രീകൾക്ക് കാണുന്നില്ല. അവർ കുറച്ചും കൂടെ ചെറുതാണ്. പൊക്കത്തിലും വണ്ണത്തിലും പേശിയിലും മൃദുലതയിലും. മൃദുത്വം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വളരെയധികം മൃദുത്വമുള്ളത് സ്ത്രീകൾക്കാണ്. മനുഷ്യരിൽ മാത്രമല്ല, എന്ത് മൃഗം എടുത്ത് നോക്കിയാലും അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. മൃഗങ്ങളുടെ ആണെങ്കിലും പക്ഷികളുടെ ആണെങ്കിലും പുരുഷന്മാർ കുറച്ചും കൂടെ ഒരു ഒരു ഊർജ സ്രോതസ് പോലെ ഇങ്ങനെ കാണപ്പെടും. ഇങ്ങനെ വികസിച്ച് നിൽക്കുന്ന ഒരുപാട് തൂവലുകളും വളരെയധികം രോമവും ഒക്കെ ആയിട്ട് ഇങ്ങനെ, സിംഹമൊക്കെ തന്നെ ഒരുപാട് രോമമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. പെൺസിംഹങ്ങൾ വളരെ പതുങ്ങി മൈൽഡായിട്ട് ഇങ്ങനെ നടക്കുന്നത്, പട്ടികളിലും പൂച്ചയിലും ഒക്കെ അത് കാണാം നമുക്ക്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിലും കാണുമ്പോൾ മനുഷ്യരിൽ മാത്രം നമ്മൾ ഇതുപോലെ തുല്യത വേണം എന്ന് പറയുന്നത് എന്ത് കാരണത്തിലാണ്? ഇത് ഞാൻ ജൈവശാസ്ത്രപരമായി ശാരീരികമായിട്ടുള്ള തുല്യതയെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ കഴിവുകളുടെ തുല്യത മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ശരീരത്തിന്റെ ബലം, അവരുടെ ശക്തിയുടെ തുല്യത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നതിന് ഒരു വിഭജനമേ ഉള്ളൂ. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലോ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. അത് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആൺലിംഗം, പെൺലിംഗം, സ്ത്രീലിംഗം, പുരുഷലിംഗം. ഇത് മാത്രമല്ലാതെ വേറെ ഒരു വ്യത്യാസവും മനുഷ്യരുടെ ഇടയിൽ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം പരമ്പരാഗതമായിട്ട് യുഗങ്ങളായിട്ട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന വ്യത്യാസമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രമാണ്, എനിക്ക് തോന്നി ഈ നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ടാണ് ഇത്രയധികം ലിംഗസമത്വം വേണം എന്നുള്ള ബഹളം കേൾക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് മറ്റു രീതിയിലുള്ള സമത്വങ്ങൾ പറയുമായിരുന്നെങ്കിലും ഇപ്പോ കൂടുതലും ശാരീരിക സമത്വം വേണം എന്ന് ശഠിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറിയിരിക്കുന്നു. നമ്മുടെ ഭാരതീയ ഇതിഹാസം എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവശക്തി എന്ന് പറയുന്ന ഒരു ഊർജ സ്രോതസ്സിൽ നിന്ന് രണ്ട് ലിംഗമായിട്ട് വ്യതിചലിച്ച് ശിവനും പ്രകൃതിയും ശക്തിയും മാറിയപ്പോ അത് പിന്നീട് പുരുഷൻ മൂന്നായി വ്യതിചലിച്ചുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തികളായി മാറുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതിൻ്റെ സ്ത്രീ ലിംഗങ്ങളായിട്ട് സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നായി മാറുന്നു. നമുക്ക് ഒരിക്കലും ഇത് രണ്ടും അല്ലാത്തതിനെ കാണാൻ വളരെ പ്രയാസമാണ്. അതിനകത്ത് ശിഖണ്ഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് ഉള്ളത് മഹാഭാരതത്തില്. ഒരു ലിംഗം അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൻ്റെ ഒരു കഥയും പശ്ചാത്തലവും ഒക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഒരിടത്തും ഇതുപോലെ ലിംഗം ഇല്ലാത്ത അല്ലെങ്കിൽ ലിംഗഭേദങ്ങൾ അറിയാത്ത ഒരു ജീവജാലങ്ങളെയും കാണാൻ സാധിക്കില്ല. ഇനി എന്താണ് സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് പറയുന്ന ഘടകം? അത് അവസരങ്ങൾക്കുള്ള തുല്യത, ജോലിക്കുള്ള തുല്യത, മറ്റുള്ളവരുടെ പരിഗണനയിലുള്ള തുല്യത, അതിനൊക്കെയാണ് നമ്മൾ സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് പറയുന്നത്. അത് സാമ്യമാണ്. നമ്മുടെ ഭാരത ഭരണഘടനയിലും ലോകത്തുള്ള എല്ലാ ഭരണഘടനകളിലും പറയുന്നുണ്ട്, ഒരു സ്ത്രീ ആയി പോയി എന്ന കാരണം കൊണ്ട് വിവേചനം പാടില്ല. പുരുഷന്മാരെ കണക്കാക്കുന്ന അതേ തുല്യതയോടുകൂടി സ്ത്രീകളെയും കണക്കാക്കണം. പുരുഷന്മാർക്കുള്ള അതേ ജോലി സാധ്യത സ്ത്രീകൾക്കും കൊടുക്കണം. പുരുഷന്മാർക്ക് കൊടുക്കുന്ന അതേ വേതനവും കൂലിയും സ്ത്രീകൾക്കും അതുപോലെ തത്തുല്യമായ പദവികൾക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു നിയമപരമായ അല്ലെങ്കിൽ ഒരു ന്യായമായ ഒരു തുല്യത സ്ത്രീകൾക്ക് ആവശ്യമുള്ളത് സമൂഹത്തിലാണ്. അതായത് സ്ത്രീ എന്നുള്ള പരിഗണന കൊണ്ട് അവളെ തഴയാൻ പാടില്ല. അവൾക്കും അതുപോലെ തുല്യ സ്ഥാനങ്ങൾ, തുല്യ അവകാശങ്ങൾ, തുല്യമായിട്ടുള്ള അടിസ്ഥാന പരിഗണന കൊടുക്കണം എന്ന ഒരു നിയമമുണ്ട്. അപ്പൊ അതിൻ്റെ തുല്യതയാണ് നമ്മൾ സ്ത്രീ പുരുഷ തുല്യത എന്ന് പറഞ്ഞ് കണക്കാക്കേണ്ടത്. അല്ലാതെ ശാരീരികമായിട്ടുള്ള സമത്വമോ അല്ലെങ്കിൽ ശക്തിയിലുള്ള സമത്വമോ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും കുറച്ചുകൂടെ മുകളിലായിട്ട് നിൽക്കണം എന്നുള്ള ഒരു കാര്യമൊന്നുമല്ല. രണ്ടും കൂടെ പരസ്പര പൂരകമായി പ്രവർത്തിക്കേണ്ട കാര്യം തന്നെയാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പര പൂരകമായിട്ട് മാത്രമേ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല ഒരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുകൊണ്ടോ യുദ്ധം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഞാനാണ് കേമൻ, ഞാനാണ് കേമി എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും ഇതുപോലെയുള്ള സാമൂഹ്യ നന്മ തുല്യത നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഞാൻ IPS ആയിട്ട് കേരളത്തിൽ വന്നപ്പോൾ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആയിരുന്നല്ലോ. അന്ന് ഞാൻ കേട്ട കുറെ കാര്യങ്ങൾ, ആദ്യം എന്നോട് പറഞ്ഞത് മുടി വെട്ടണം എന്നാണ്. അതൊരു ഉദ്യോഗസ്ഥൻ തന്നെ എന്നോട് പറഞ്ഞതാണ്.
ഈ നീണ്ട മുടിയും വെച്ചോണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് മുടി വെട്ടി പുരുഷന്മാരെ പോലെ ആക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അനുഭവം പിന്നീട് ഉണ്ടായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ DIG ആയിട്ട് ഒരു റേഞ്ചിൽ ഇരിക്കുമ്പോൾ പരേഡ് ഇൻസ്പെക്ഷന് ക്യാമ്പിൽ പോയപ്പോൾ അവിടെ വളരെ നീണ്ട മുടി വളർത്തിയ ഒരു പുരുഷനെ കണ്ടപ്പോൾ, അപ്പോൾ പോലീസുകാരുടെ ഇടയിൽ മുടി നല്ലപോലെ പറ്റ വെട്ടണം എന്നൊരു ചട്ടമുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ നല്ലതായിട്ട് മുടി വെട്ടി വെച്ചേക്കണം. അപ്പം വലിയ അമിതാഭ് ബച്ചനെ പോലെ തോള് വരെ മുടിയും വളർത്തി തൊപ്പിയും വെച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു അരോചകത്വം തോന്നും നമുക്ക്. അപ്പൊ ഞാൻ ചെന്ന് അയാളോട് പറഞ്ഞു മുടി വെട്ടണം എന്ന് പറഞ്ഞത് അയാൾക്ക് വളരെ അപമാനമായിട്ട് തോന്നുകയും അയാൾ ഏതോ ഒരു അസോസിയേഷൻ നേതാവായിരുന്നത് കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥനോട് പരാതി പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു, ശ്രീലേഖ ഇങ്ങനെ ഒരു പ്രതിഷേധം വന്നിട്ടുണ്ടല്ലോ, ശ്രീലേഖ പരേഡ് ഇൻസ്പെക്ഷന് പോയി ഒരാളെ അപമാനിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലെയുള്ള ഹൈറാർക്കി ഉള്ളപ്പോൾ അതെങ്ങനെയാണ് അപമാനമാകുന്നത്? ഞാൻ അയാളോട് മുടി വെട്ടാൻ പറഞ്ഞു. മുടി വെട്ടിയിട്ട് ഇനി യൂണിഫോം ഇട്ട് എൻ്റെ മുന്നിൽ വന്ന് എന്നെ കണ്ടിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിഷമത്തിലാണ് അയാൾ പോയി ഉന്നത ഉദ്യോഗസ്ഥനെ കണ്ട് പറഞ്ഞത്. കാരണം അയാൾക്ക് യൂണിഫോം ഇടേണ്ട കാര്യമില്ല, സാധാരണ യൂണിഫോം ഇടാറില്ല, എപ്പോഴും വെള്ളയും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് പല ഓഫീസേഴ്സിനെയും പോയി കാണുന്നത്. അപ്പൊ വീണ്ടും മുടി വെട്ടിയിട്ടൊക്കെ എൻ്റെ അടുത്ത് വരണം എന്നൊക്കെ പറയുന്നത് അയാൾക്ക് വളരെ അപമാനകരമായിട്ട് തോന്നി, ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, എന്താ സാർ അങ്ങനെ പറയുന്നേ, ഒരു സീനിയർ ഓഫീസർക്ക് ഒരു ജൂനിയർ ഓഫീസറോട് പറയാൻ അധികാരമില്ല എന്ന് ചോദിച്ചപ്പോ, അതല്ല, ശ്രീലേഖ മുടി വെട്ടുന്നില്ലല്ലോ, മുടി വെട്ടാതെ വെച്ചിരിക്കുകയല്ലേ. അപ്പൊ ശ്രീലേഖയും കൂടെ മുടി വെട്ടിക്കൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ശരിയായി, പിന്നീട് അയാൾക്ക് തോന്നില്ലായിരുന്നു, അയാൾക്ക് അത്ര അപമാനം തോന്നില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ യൂണിഫോം നിയമങ്ങളൊക്കെ വായിച്ചിട്ടാണോ? IPS യൂണിഫോം റൂൾസിനകത്ത് പറയുന്നുണ്ട് സ്ത്രീ ഓഫീസർ ആയാൽ എന്താണ് മുടി കൊണ്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെയൊക്കെ ഞാൻ യൂണിഫോം ഇടുമ്പോൾ വളരെ നീറ്റായിട്ട് കെട്ടി തൊപ്പിയുടെ അടിയിൽ വരത്തക്ക രീതിയിൽ വളരെ നല്ല ബണ്ണായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അല്ല ഞാൻ അയാളെ പോലെ മുടി അഴിച്ചിട്ടോ നീട്ടി വളർത്തിയിട്ടോ ഒന്നുമല്ല പരേഡ് ഇൻസ്പെക്ഷന് പോയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഷർട്ട് ഇൻസേർട്ട് ചെയ്യാതെ പുറത്തോട്ടിടണം എന്ന് പറഞ്ഞു. അതായത് സ്ത്രീകളുടെ പുറകുവശം എന്ന് പറയുന്നത് കുറച്ച് മറിഞ്ഞു കിടക്കുന്നതാണ് ഭംഗി. അതുകൊണ്ട് ഇൻസേർട്ട് ചെയ്തിടുമ്പോൾ പാൻറ് പുറത്തൂടെ വരുന്നത് ഒരു വൃത്തികേടായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ശ്രീലേഖ അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ലേഡി ഓഫീസേഴ്സും അത് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറ്റില്ല സർ, IPS ചട്ടം അനുസരിച്ച് പറയുന്ന യൂണിഫോമേ എനിക്ക് ധരിക്കാൻ നിർവാഹമുള്ളൂ, അല്ലെങ്കിൽ ആ ചട്ടം മാറ്റട്ടെ, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വരട്ടെ, വനിതാ ഉദ്യോഗസ്ഥർ ഇങ്ങനെ യൂണിഫോം, പുരുഷ ഉദ്യോഗസ്ഥർ ഇങ്ങനെ യൂണിഫോം. അതാണ് അസമത്വം എന്ന് ഞാൻ പറയുന്നത്. അതായത് ഒരു ചട്ടം സ്ത്രീകൾക്ക് ഇതാണ് നല്ലത്, പുരുഷന്മാർക്ക് ഇതാണ് നല്ലത് എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നീ ചുരിദാർ ഇട്ടുകൊണ്ട് വരണ്ട, നീ സാരി ഉടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി എന്നൊരു പുരുഷ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുമ്പോൾ അതൊക്കെ വളരെയധികം അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനൊക്കെ എതിരെ ഞാൻ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുമുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ നടക്കുന്നു, അതായത് ഭരണഘടനയുടെ വയലേഷൻ, വ്യതിയാനം നടക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ സമത്വം ഇല്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. കാരണം പബ്ലിക് സർവീസ് കമ്മീഷൻ പോലീസ് കോൺസ്റ്റബിൾസിന്റെ അപ്പോയിന്റ്മെന്റിനായിട്ട് പത്രത്തിൽ പരസ്യം നൽകുമ്പോൾ അവർ കൊടുക്കുന്നത് ഇത്രയും ക്വാളിഫിക്കേഷൻ, ഇത്ര പൊക്കം, ഇത്ര വണ്ണം, ഇത്ര നെഞ്ചിന്റെ വിസ്തീർണം, അതുപോലെ പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുക എന്ന്. അപ്പൊ അങ്ങനെ പോലീസ് കോൺസ്റ്റബിൾസിന്റെ ഒരു ഇത്രയും വേക്കൻസി ഉണ്ട്, 1000 വേക്കൻസി ഓഫ് പോലീസ് കോൺസ്റ്റബിൾസ് നിലനിൽക്കുന്നു. അതിന് വേണ്ടിയിട്ട് PSC റിക്രൂട്ട്മെന്റിന് ആളുകളെ ക്ഷണിക്കുകയാണ്. ഇത്രയും ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് പുരുഷന്മാർ മാത്രം അപ്ലൈ ചെയ്യുക, അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ അവകാശമില്ലേ? അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ത് ടെസ്റ്റ് നടത്തും? നമ്മൾ ശാരീരിക ക്ഷമത നടത്തുമ്പോൾ പ്രത്യേകമായിട്ട് നടത്തണ്ടേ? രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരുപാട് വിഡ്ഢി ചോദ്യങ്ങൾ വന്നിട്ട് ഞാൻ ഇത് ഏകദേശം 10 പ്രാവശ്യത്തോളം അതിനെ ഒബ്ജക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സാർ, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ്, ആരെങ്കിലും കോടതി പോകണം. സ്ത്രീലേഖ കോടതി പോ, എന്നെയല്ല ബാധിക്കുന്നത്. പക്ഷെ ആ 10,000 വേക്കൻസിയിൽ വരേണ്ട ഏകദേശം 5,000 വനിതകളെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവകാശമേ ഇല്ല എന്ന് പറയുമ്പോൾ വനിതകളെ പ്രത്യേകം റിക്രൂട്ട് ചെയ്ത്, പ്രത്യേകം ട്രെയിൻ ചെയ്ത്, പ്രത്യേക ശാരീരിക ക്ഷമത വെച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ സമത്വമില്ല. അതാണ് അസമത്വം എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അത് എല്ലായിടത്തും ഉണ്ട്. സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ദെയർ എമംഗ് ഈക്വൽസ് എന്ന്. സമന്മാരിൽ മാത്രമാണ് സമത്വം നമുക്ക് പറയാൻ
സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അസമത്വം എന്ന് പറയുന്നത് അംഗീകരിച്ച കാര്യമാണ്, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ പുതിയ രീതി നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? സമത്വത്തിന് വേണ്ടി ശരീരം ദുരുപയോഗം ചെയ്യുന്ന ഒരു യുവതലമുറയെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു താഴ്ന്നിരിക്കാൻ പറ്റില്ല, പുരുഷന്മാരെക്കാളും താഴ്ന്നു നിൽക്കാൻ എനിക്ക് പറ്റില്ല, ഞാനും പുരുഷനെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിച്ച്, പുരുഷന്മാരെ പോലെ മുടി മുറിച്ച്, സിഗരറ്റ് വലിച്ച്, മദ്യപിച്ച്, കറങ്ങി നടന്ന് അസമയങ്ങളിലൊക്കെ പലയിടത്തും പോകുന്ന സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അതിലും ഉപരിയായിട്ട് പുരുഷനാവാൻ വേണ്ടി ശസ്ത്രക്രിയകൾ ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. അത് തീർച്ചയായിട്ടും സാധിക്കും. ചില ഹോർമോണുകൾ കുത്തിവെച്ചാൽ പുരുഷന്മാർക്ക് കൂടുതലായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കൂടുതലായിട്ട് സ്ത്രീ ശരീരത്തിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരത് ചെറുപ്പകാലം മുതൽ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ മീശയും താടിയും ഒക്കെ വളരുകയും പുരുഷന്മാരെ പോലെ പരന്ന് അങ്ങനെ വരികയും ഒക്കെ ചെയ്യും. അപ്പൊ അത് പൗരുഷമാണ്, അത് സമത്വമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഡ്ഢി കൂട്ടര് നമ്മുടെ ഇടയിലുണ്ട്. അമേരിക്കയിൽ ഇപ്പൊ വോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൾച്ചർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഈ കമല ഹാരിസും കൂട്ടരും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നതാണ്. അതായത് ലിംഗസമത്വം എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഈ ഒളിമ്പിക്സിന്റെ പരിപാടി കണ്ടപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചതാണോ? അത് പെൺവേഷം ധരിച്ച പുരുഷന്മാരുടെ വേഷം ധരിച്ച പെണ്ണുങ്ങള്, അതുപോലെ രണ്ടും ഏതാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള വസ്ത്രാധാരണം, മീശ വെച്ച ആൾക്കാര് സ്ത്രീകളുടെ വേഷം ധരിച്ചുകൊണ്ട് നടക്കുക, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ നടക്കുക എന്നൊക്കെയുള്ള, അതാണ് വോക്ക് കൾച്ചർ എന്ന് പറയുന്നത്. അതാണ് അത് വലിയ സംഭവമാണ്, ഇത് സമത്വമാണ്, ഇത് ലിംഗനീതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പോ പുതിയ തലമുറ. അത് വളരെ അപഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് മനോഹരമായിട്ടുള്ള വ്യത്യാസമാണ്, അത് വളരെ ഭംഗിയുള്ള വ്യത്യാസമാണ്. ഇപ്പൊ എനിക്ക് തന്നെ മുടി മുറിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന, ഞാൻ ഇടയ്ക്കൊരു സമയത്ത് മുടി മുറിച്ചിരുന്നു, അതെനിക്ക് ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. പക്ഷെ എന്നാലും സ്ത്രീത്വം ഉള്ളത് കൊണ്ടാണ്, ആ മാതൃത്വം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ യൂണിഫോം ഇടുമ്പോഴും ഞാൻ അത് ഒരു പരിധി വിട്ടങ്ങോട്ട് കളയില്ല. നമ്മൾ ആണുങ്ങളെ പോലെ അങ്ങ് പെരുമാറാൻ എനിക്ക് പറ്റില്ല. അതുപോലെ എൻ്റെ ശബ്ദം അത്ര കഠിനമായിട്ട് നിൽക്കാറില്ല. പുരുഷന്മാരുടെ ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ശബ്ദം മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഒരു സ്ത്രീ എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ട്, ഒരു സ്ത്രീ എന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് എന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് കണ്ടാൽ മതി എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതിന്റെ പല വിപത്തുകൾ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് സ്ത്രീ ആണ് എന്നുള്ള തോന്നൽ. ഇപ്പൊ ഞാൻ വെറും ഒരു പെണ്ണ് എന്നുള്ള മട്ടിലല്ലേ, നീ വെറും ഒരു പെണ്ണല്ലേ എന്നുള്ള മട്ടിലുള്ള സംസാരം ഇപ്പൊ സിനിമയിലൂടെയും സീരിയലിലൂടെയും ഒക്കെ എപ്പോഴും കാണുന്നത് എന്താണ്? പണ്ട് തൊട്ടേയുള്ള പാട്ട്, പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാനോ എന്നുള്ള ഒരു പാട്ടൊക്കെ ഇല്ലേ? അപ്പൊ അത് പെണ്ണെന്ന് പറയുന്നത് കരഞ്ഞ് തീർക്കേണ്ട ഒരു ജന്മമാണ്, ഒരുപാട് ശപിക്കപ്പെട്ട ജന്മമാണ്. ഞാൻ എന്തിനു പെണ്ണായിട്ട് പിറന്നു, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു ആണാകണം എന്നൊക്കെയുള്ള ചില പെണ്ണുങ്ങളുടെ ധാരണയല്ലേ. അതൊക്കെയാണ് ശരിക്കും ഈ അസമത്വം വളർത്തുന്നത്, കൂടുതൽ അങ്ങ് താന്നു കൊടുക്കുന്നത്. ഭർത്താവിന്റെ കീഴിൽ ഒരു അടിമയെ പോലെ ജീവിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് സുഹൃത്തുക്കളെ പോലെ ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. എന്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. അതേസമയം അതിന് പകരം പറയുകയാണ്, ഞാൻ ഭർത്താവിന്റെ അടിമയായിട്ടിരുന്നോളാം, അയാൾ രണ്ട് തല്ലിയാൽ ഞാൻ കൊള്ളും, എന്നെ ഹരാസ് ചെയ്താൽ ഞാൻ സഹിക്കും, ഞാൻ പിന്നെ വേറെ എവിടെ പോവാൻ, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വെറും ഒരു പെണ്ണല്ലേ എന്നൊക്കെ സ്വയം ചിന്തിക്കുന്ന ചില സ്ത്രീകൾ നിൽക്കുമ്പോൾ അത് അസമത്വമാണ്. അല്ലാതെ ശരീരത്തിൽ വരുത്തുന്നതോ ശക്തിയിൽ വരുത്തുന്നതോ കഴിവുകളിൽ വരുത്തുന്നതോ അതൊന്നുമല്ല. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ ചിന്തയിലാണ് സമത്വം വരുത്തേണ്ടത്. നമ്മളുടെ മാനത്തിലും അഭിമാനത്തിലും കരുത്തിലും, അതായത് ആന്തരിക കരുത്തെന്ന് പറയുന്നത് അതിലുമൊക്കെയാണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും പല സ്ത്രീകളോടും പറയാറുണ്ട്, കണ്ണീരെന്ന് പറയുന്നത് ആവശ്യമുണ്ടെങ്കിൽ കരയണം, അതൊരു വീക്ക്നെസ് അല്ല, അതൊരു അബലയുടെ ലക്ഷണമല്ല, അത് ശക്തിയുടെ ലക്ഷണമാണ്. ഇപ്പൊ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ തന്നെ ശക്തിയാണ്. അപ്പൊ സ്ത്രീ ശക്തീകരണം, ചിലരത് ശാക്തീകരണം എന്ന് പറയാറുണ്ട്, അതിനെപ്പറ്റി എനിക്കറിയില്ല. എനിക്ക് ശക്തീകരണം എന്ന് പറയാനാണ് ഇഷ്ടം, അതാണ് അതിന്റെ ശരി. അപ്പൊ സ്ത്രീയെ ശക്തീകരിക്കുന്ന പ്രക്രിയയാണ് സ്ത്രീ ശക്തീകരണം എന്ന് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല, കാരണം സ്ത്രീ തന്നെ ശക്തിയാണ്. ശക്തി എന്ന് പറയുന്നത് സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി, അടിച്ചമർത്താതിരുന്നാൽ മാത്രം മതി.
സ്ത്രീയെ ചവിട്ടി താഴ്ത്താൻ തിരുന്നാൽ മാത്രം മതി. അത് നമ്മുടെ സാഹിത്യത്തിലൂടെയും നമ്മുടെ എഴുത്തുകളിലൂടെയും സിനിമകളിലൂടെയും TV സീരിയലുകളിലൂടെയും ഒക്കെ സ്ത്രീകളെ വെച്ചൊരു കച്ചവട വസ്തുവാക്കുന്ന രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കരച്ചിലിന്റെ ഒരു വക്താവാക്കി കണ്ണീരിന്റെ ഒരു എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന യൂണിഫോം ഇട്ട ഒരു സ്ത്രീ കഥാപാത്രത്തെ കണ്ടപ്പോഴാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയല് പണ്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത്. ഈ സീരിയലും ഇതുപോലെയാണോ അല്ല, TV എന്നൊക്കെ പറയുന്നത് ഒരു ഹരമായിരുന്ന സമയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇതുപോലുള്ള സീരിയലുകൾ കാണാൻ ഒട്ടുമേ താല്പര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ ഇപ്പോഴും സ്ത്രീകള് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ തന്നെ മാനസിക കരുത്തിന്റെ കുറവ് കൊണ്ടാണ്. ഒരു സ്ത്രീ, ഒരു ലേഡി എന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ കരഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. അത് വിദേശത്ത് നിന്ന് അയച്ചതാണ്. അതുകൊണ്ടാണ് അവർക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പൊ ആ മെസ്സേജ് മുഴുവനും കരച്ചിലോട് കരച്ചിലാണ്. അപ്പൊ ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, കല്യാണം കഴിച്ചു, നല്ല കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ, നല്ല ജോലിയുണ്ട്, വിദേശത്താണ്, 2 നല്ല പെൺമക്കളുണ്ട്, ഭർത്താവ് ഉപദ്രവവും വേറൊരു സ്ത്രീയുമായിട്ട് പോയത് കൊണ്ടും കുറെ നാളായിട്ട് നോക്കാത്തത് കൊണ്ടും ഒക്കെ ആ സ്ത്രീ ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥയിൽ വേറൊരു പുരുഷൻ വന്ന് ഇതുപോലെ കാലി വീണും കെഞ്ചിയും യാചിച്ചും ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനുമായിട്ട് ഡൈവോഴ്സ് വാങ്ങാതെ നിയമപരമായിട്ട് വേർപിരിയാതെ തന്നെ മറ്റവനുമായിട്ട് ഈ പുതിയ കാലി വീണ ആളുമായിട്ട് ബന്ധം ആരംഭിച്ചു. ഒരു പ്രതീക്ഷയോടുകൂടി, ഇനിയെങ്കിലും എന്റെ ജീവിതം നല്ലതാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. അപ്പൊ അങ്ങനെ അയാളുമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കൂടെ ജീവിച്ചപ്പോൾ ഗർഭിണിയായപ്പോൾ പ്രശ്നമായതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ കുറെ സാമ്പത്തിക തിരിമറികളും കുറച്ച് പ്രശ്നങ്ങളും, പിന്നെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യവും, ഇനി ജീവിതം അവസാനിപ്പിച്ചാൽ എന്താണെന്നുള്ള ചിന്തയും, മക്കളെ ഓർത്ത് ഞാൻ ഇനി എന്ത് ചെയ്യും, അയാൾ ത്രട്ടൻ ചെയ്യുന്നു, എന്നെ വിട്ടുപോയാൽ ഞാൻ എല്ലാവരോടും പറയും, നിന്റെ പടം ഫേസ്ബുക്കിലാക്കും, നിന്റെ ചിത്രങ്ങൾ, നമ്മൾ തമ്മിലുള്ള ചിത്രങ്ങൾ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ, ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു കൗൺസിലറിനെ അറേഞ്ച് ചെയ്ത് തരുമോ, മാഡം എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുമോ, എനിക്കൊരു പോലീസ് കേസ് എടുത്ത് തരുമോ, ഇയാളെ ശാസിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത് വിദേശത്ത് നിൽക്കുന്ന ഒരു വനിത. അപ്പൊ എനിക്ക് അവിടുത്തെ പോലീസിനെ സ്വാധീനിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഭർത്താവിനെ വിളിച്ച് വാൺ ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുമില്ല, അയാളുടെ കാമുകനെ വിളിച്ച് പറയാനായിട്ട് ഒട്ടുമേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീ തന്നെ സ്വയം കരുത്ത് നേടിയാലേ രക്ഷയുള്ളൂ. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ചെന്ന് തലവെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ തലവെച്ച് കൊടുത്തിങ്ങനെ ഒരു പ്രശ്നം ആയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? നമ്മളത് ധൈര്യമായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ കരയാതെ സൂയിസൈഡിനെ പറ്റിയോ അപമാനത്തെ പറ്റിയോ ഇനി എന്ത് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവാതെ, പോടാ പുല്ലേ എനിക്ക് നിന്നെ വേണ്ടടാ എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോണം. കാശെന്ന് പറയുന്നത് നാളെ വരും, മറ്റന്നാൾ പോവും, പിറ്റേന്ന് വീണ്ടും വരും. അപ്പൊ അങ്ങനെ പൈസയുടെ കാര്യത്തില് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അതെന്തായാലും എപ്പോഴെങ്കിലും കിട്ടിക്കോളും. ജോലിയുള്ള ലേഡിയാണ്, നല്ല കുടുംബത്തിലെ സ്ത്രീയാണ്, ഒരുപാട് സമ്പാദ്യം അല്ലാതെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ തിരിമറി നടത്തിയിട്ടുണ്ട്, ചീറ്റിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് ആള് പോകാൻ പറയണം. ധൈര്യമായിട്ട് നിന്നുകൊണ്ട് മുഖത്ത് പോയി പറയാം, താൻ എന്താന്ന് വെച്ചാൽ ചെയ്യുക, എനിക്ക് വേണ്ട, തന്നെ വേണ്ട എന്ന് പറയണം. അഥവാ അയാൾ പോയി ആരോടെങ്കിലും പറയുകയാണെങ്കിൽ പറയട്ടെ, അയാളുടെ വാക്കും നമ്മുടെ വാക്കും അത് രണ്ടുമല്ലേ താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചോട്ടെ. ഇപ്പൊ എന്തുമാത്രം നമുക്ക് ഡിഫൻസ് ആയിട്ട് കാര്യങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കാര്യവും ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൂടെ ഡിഫൻസ് ആയിട്ട്. ഇതൊക്കെ ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ ഇപ്പൊ ചത്തു കളയും, ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് എന്നൊക്കെ, വളരെ അർജന്റാണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് വല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീ പുരുഷ സമത്വം നമ്മുടെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ശാരീരികമായിട്ടുള്ള സമത്വം ഉണ്ടാകാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ശക്തിയായിട്ട് കണക്കാക്കണം. നമ്മളുടെ ഈ മൃദുത്വവും നമ്മുടെ നല്ല സ്വഭാവ ഗുണങ്ങളുണ്ടല്ലോ, ക്ഷമിക്കാനും സഹിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും ഓമനിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ടല്ലോ, ഒരുപാട് മൃദുലത ഉള്ള, ഒരുപാട് വികാരങ്ങളുള്ള, കരയാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മുടെ ശക്തിയായിട്ട് കണക്കാക്കണം. സ്ത്രീകൾക്ക് വലിയ 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 കഴിവുകളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്ത്രീക്ക് മാത്രമേ പല ജോലികൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി ടാസ്കിങ് എന്നൊക്കെ ആളുകൾ പറയുന്നതിനോട് എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം മൾട്ടി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലും നമുക്ക് ശ്രദ്ധ വ്യക്തമായിട്ട് ചെലുത്താൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും അലസമായി പോകും. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. സ്ത്രീകൾക്ക് അത് വളരെ എളുപ്പം സാധിക്കും. ഒരു സ്ത്രീക്ക് തൻ്റെ ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, ഒരു പുരുഷൻ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ കർമ്മങ്ങൾ, മകളുടെ കർമ്മങ്ങൾ,
ഭാര്യയുടെ കർമ്മങ്ങൾ, മരുമകളുടെ കർമ്മങ്ങൾ, വീട്ടിലെ കുടുംബസ്ഥ എന്ന് പറയുന്ന വൃത്തി, പാചകം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം കാര്യം നോക്കാനും, സാമ്പത്തിക കാര്യങ്ങൾ നോക്കാനും, ബഡ്ജറ്റ്, കിച്ചന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ബഡ്ജറ്റ് കണക്ക് കൂട്ടി പറയാനും, ബാക്കിയുള്ളത് മിച്ചം വെച്ച് സേവ് ചെയ്യാനും, പിന്നെ അതിനോടൊപ്പം ജോലിക്ക് പോയി കാശ് ഉണ്ടാക്കി കൊണ്ടുവരാനും, എല്ലാത്തിനും കൂടെ ഒരു 24 മണിക്കൂർ കൊണ്ട് ഒരു സ്ത്രീക്ക് ഇത് ചെയ്യാൻ സാധിക്കും. പലർക്കും അത് വലിയ സമ്മർദ്ദം എന്ന് പറയും. പക്ഷെ അത് വലിയൊരു ശക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ വലിയ ശക്തിയാണ്. അത് പുരുഷന്മാരെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള കഴിവുകൾ, അതായത് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും ഗ്രഹിക്കാനും ഉള്ള ഒരു സ്ത്രീയുടെ കഴിവ് എന്ന് പറയുന്നത് അപാര കഴിവാണ്. അപ്പൊ അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് അഭിമാനിക്കണം. ഭയങ്കര ശക്തിയാണ് അത്. അപ്പൊ അതില് പുരുഷന്മാർക്ക് ആ ഒരു സമത്വവും ഇല്ല. കാരണം അവർക്കത് ചെയ്യാൻ പറ്റില്ല. അവർ അത്രയും സമയം കൂടെ ഇരുന്ന് പത്രം വായിക്കുകയോ രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ ഗോസിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നടക്കാൻ പോയി സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളോ അങ്ങനെയൊക്കെ അങ്ങ് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ക്രിയാത്മകമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ശക്തി എന്നുള്ള മട്ടില് നമ്മൾ കണക്കാക്കേണ്ടത്. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ അത് പെട്ടെന്ന് തരണം ചെയ്യാനുള്ള ശക്തിയും നമ്മളിൽ തന്നെ അന്തർലീനമാണ്. അപ്പൊ അത് ശക്തീകരിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് സമൂഹം കൊടുത്താൽ മാത്രം മതി. ഒരു ചെറിയ സപ്പോർട്ട്, സമൂഹവും കുടുംബവും സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ അത് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പക്ഷെ ഇപ്പൊ ആ ഒരു അവസ്ഥ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാരും സമൂഹവും ഒക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ സാഹിത്യവും സിനിമാ മേഖലയും സീരിയൽ മേഖലയും ടിവിയും ക്രിയേറ്റീവ് ആർട്ടും എല്ലാം ഈ ഒരു വ്യതിചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ബർത്ത്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം റിസർവേഷൻ, സ്ത്രീകൾക്ക് പ്രത്യേകം കാര്യങ്ങൾ എന്ന് പറഞ്ഞിങ്ങനെ നിലനിൽക്കുന്ന സമയത്തോളം ആ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. സ്ത്രീകളെ പ്രത്യേകം റിക്രൂട്ട് ചെയ്യുന്നു, സ്ത്രീകളെ പ്രത്യേകം ട്രെയിൻ ചെയ്യുന്നു, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പെർസെൻറ്റേജ്, സ്ത്രീകൾക്ക് പ്രത്യേക ഇത്, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സ്കൂളുകൾ, ആൺകുട്ടികൾ, അങ്ങനെയുള്ള വ്യതിചലനം സമൂഹം തന്നെ കൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മളുടെ ഇടയിൽ വരും. ഇപ്പം പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ പ്രത്യേകം ക്ലാസ്, ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ പ്രത്യേകം ക്ലാസ്, അവരെ ഇന്റർമിങ്കിൾ ചെയ്തിരിക്കാൻ സമ്മതിക്കത്തില്ല. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ വലതുവശത്താണ്, ഇടതുവശത്ത് പെണ്ണ്, അങ്ങനെ വരുന്ന ഇപ്പൊ രണ്ടുപേരും കൂടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും അവര് അകത്തിങ്ങനെ രണ്ടും വ്യത്യാസമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ ആണുങ്ങളല്ല ഈ വശത്തും പെണ്ണുങ്ങളല്ല ഈ വശത്തും പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള രീതി. ഞാന് പറയുന്നതിനോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അച്ഛന്റെ പേരെടുക്കുന്നതും അതിനുശേഷം ഭർത്താവിന്റെ പേര് സ്വന്തം പേരിനോട് ചേർക്കുന്നതും ആയിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് എത്രമാത്രം ശക്തീകരണം സ്വയം അവകാശപ്പെടുന്നവരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ പലപ്പോഴും പറയാനുണ്ട്, എൻ്റെ പേര് ആർ ശ്രീലേഖ എന്ന് പറയുന്നത്, ആർ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ പേരാണ്. രാധമ്മ ശ്രീലേഖ എന്നാണ്. ഇപ്പോഴും എൻ്റെ പാസ്പോർട്ടിൽ രാധമ്മ ശ്രീലേഖ എന്നാണ് എൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. പലയിടത്തും പോകുമ്പോൾ, വിദേശത്തൊക്കെ പോകുമ്പോൾ എന്നെ ശ്രീലേഖ എന്നാരും വിളിക്കാറില്ല, എല്ലാവരും രാധമ്മ എന്ന് വിളിക്കും. അപ്പൊ അതെൻ്റെ അമ്മയുടെ പേരാണ് എന്ന് പലപ്പോഴും എനിക്ക് പറയേണ്ടി വരും, എൻ്റെ ഇനീഷ്യലാണ് എന്ന്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞങ്ങളുടെ മാട്രിയാർക്കൽ ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ തറവാട്ടിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും അമ്മയുടെ പേരും ആൺകുട്ടികൾക്ക് അച്ഛന്റെ പേരുമാണ് ഇനീഷ്യലായിട്ട് വെക്കുന്നത്. പക്ഷെ അതൊരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. നല്ലൊരു കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു അവബോധം ഉണ്ടായി വരികയും ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്നത് വേറൊരു തലത്തിലോട്ട് പോകാതിരിക്കുകയും അതിന് ശരിക്കുള്ള സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകളുടെ നല്ല ലക്ഷണങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, സ്ത്രീയാണെന്ന് പറയുന്നതിൽ അഭിമാനിച്ചുകൊണ്ട്, ആ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ അന്തർലീനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തു വരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാവട്ടെ. സമത്വത്തെക്കാൾ കൂടുതൽ ഒരു പരസ്പര വിശ്വാസവും ബന്ധവും, ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പൂരകമായിട്ടുള്ള പ്രവർത്തനവും സമൂഹത്തിൽ നല്ലതായിട്ട് വരട്ടെ. രണ്ടുപേരും മക്കളുണ്ടായാൽ തന്നെ ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു വ്യത്യാസത്തിൽ വളർത്താതെ രണ്ടുപേരെയും ഒരുപോലെ വളർത്താൻ അച്ഛനമ്മമാർ തയ്യാറാകട്ടെ എന്നും, സ്കൂളുകളും കോളേജുകളും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തത്തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കട്ടെ എന്നും, സർക്കാരും സമൂഹവും സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യത്യസ്ത ശ്രേണികളായിട്ട് കാണാതെ ഒന്നിന്റെ തന്നെ രണ്ട് ഭാഗങ്ങൾ എന്ന് കാണാനും ഉതകുന്ന ഒരവസരത്തിൽ മാത്രമേ നമുക്ക് സ്ത്രീ സമത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഒരുപാട് കാലമൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നും വലിയ ശുഭാപ്തി വിശ്വാസക്കാരിയാണ്.
അതുകൊണ്ട് നല്ലത് നമുക്ക് വരും. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉന്നമനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി. സസ്നേഹം, ശ്രീലേഖ.